7 ഭൂഖണ്ഡങ്ങളിലൂടെ. ചരിത്രത്തിലേക്ക് പായ്ക്കപ്പൽ ഓടിച്ച പോർച്ചുഗീസുകാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നങ്കൂരമിട്ട ഗോവൻ തീരങ്ങളിലെ മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവതയുടെ പേരാണ് മാതേയി. ഞങ്ങൾ ഒന്നിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പസഫിക്കും അറ്റ്ലാന്റിക്കും കടന്ന് ചരിത്രം തിരയടിക്കുന്ന മുനമ്പുകൾ പിന്നിട്ട് കാറ്റിനും തിരമാലകൾക്കുമിടയിലൂടെ ഒരിക്കലും പരസ്പരം ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പിക്കാതെ കടലും കാലവും ലോകവും ചുറ്റി വന്നു. അവലംബം: കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ കമാൻഡർ അഭിലാഷ് ടോമി. കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാവിവരണത്തിൽ സമുദ്രങ്ങളെയും വൻകരകളെയും പിന്നിട്ട യാത്രാനുഭവങ്ങൾ കമാൻഡർ അഭിലാഷ് ടോമി നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. അഭിലാഷ് ടോമിയുടെ യാത്രാവിവരണമാണ് കടൽ ഒറ്റയ്ക്ക് വിളിച്ചപ്പോൾ. ഇന്ത്യൻ നാവികസേനയുടെ മാതേയി എന്ന പായ്ക്കപ്പലിൽ ഒറ്റയ്ക്കാണ് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വന്ന ആദ്യ ഇന്ത്യക്കാരനും മലയാളിയുമാണ് ഇദ്ദേഹം. അഭിലാഷ് ടോമിയുടെ പായ്ക്കപ്പലിൻ്റെ പേരെന്തായിരുന്നു? മാതേയി. ആ മാതേയി എന്ന പായ്ക്കപ്പലിലാണ് ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വന്ന ആദ്യ ഇന്ത്യക്കാരനും മലയാളിയുമാണ് അഭിലാഷ് ടോമി എന്ന് പറയുന്നത്. സമുദ്രത്തിൽ നിന്നും സമുദ്രങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോൾ വിശാലമായ ഭൂമുഖത്ത് തനത് സവിശേഷതകളോടെ കരകൾ എങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുവെന്നും അവയെല്ലാം എത്രത്തോളം പരസ്പര ബന്ധിതമാണെന്നും അദ്ദേഹം ഈ പുസ്തകത്തിൽ വിവരിക്കുന്നു. എന്തൊക്കെയാണ് പറയുന്നത്? സമുദ്രങ്ങളിൽ നിന്ന് സമുദ്രങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോൾ വിശാലമായ ഭൂമുഖത്ത് തനത് സവിശേഷതകളോടെ കരകൾ എങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുവെന്നും അവയെല്ലാം എത്രത്തോളം പരസ്പരം ബന്ധിതമാണെന്നും അദ്ദേഹം ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. കമാൻഡർ അഭിലാഷ് ടോമി ലോകം ചുറ്റി വന്നതുപോലെ നമുക്കും ഒരു ലോക സഞ്ചാരം നടത്തിയാലോ? സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ. അപ്പോൾ ഭൂഖണ്ഡങ്ങൾ എന്താണ്? സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ഓരോ ഭൂഖണ്ഡത്തിനും തനതായ ഭൂമിശാസ്ത്ര സവിശേഷതയുണ്ട്. ഓരോ ഭൂഖണ്ഡത്തിനും തനതായ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുണ്ട്. അവ നമുക്ക് എന്തെല്ലാമെന്ന് നോക്കാം. ചുവടെ തന്നിരിക്കുന്ന ഭൂപടത്തിൽ ഭൂഖണ്ഡങ്ങളുടെ പേരുകൾ അടയാളപ്പെടുത്തുക എന്നാണ് പറയുന്നത്. എത്ര ഭൂഖണ്ഡങ്ങളുണ്ട്? 7 ഭൂഖണ്ഡങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഏറ്റവും വലിയ വൻകര ഏതാണ്? ഏഷ്യയാണ്. വലിപ്പത്തിൽ ഒന്നാമൻ. നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏഷ്യയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡമെന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. ഭൂമിയുടെ കരഭാഗത്തിൻ്റെ ഏതാണ്ട് 1/3 ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ എന്ന് പറയുന്നത്. ഭൂമിയുടെ കരഭാഗത്തിൻ്റെ ഏതാണ്ട് 1/3 ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ എന്ന് പറയുന്നത്. ഈ നോക്കൂ, ഭൂഖണ്ഡം നിരീക്ഷിച്ച് ഏഷ്യയുടെ അതിരുകൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനെന്നാണ് പറയുന്നത്. വടക്ക്, ഏഷ്യയുടെ വടക്ക് എന്താണുള്ളത്? ഏഷ്യയുടെ വടക്ക് ആർട്ടിക് സമുദ്രമാണ് ഏഷ്യയുടെ വടക്ക് കാണുന്നത്. ഏഷ്യയുടെ തെക്ക് കാണുന്നത് എന്താ? ഇന്ത്യൻ സമുദ്രമാണ് തെക്ക് വശത്ത് കാണുന്നത്. പിന്നെ കിഴക്ക് കാണുന്നത് എന്താണ്? പസഫിക് സമുദ്രം. പടിഞ്ഞാറ് കാണുന്നത് യൂറോപ്പ്. ഏഷ്യയുടെ വടക്ക് ഭാഗത്ത് ആർട്ടിക് സമുദ്രം, തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രം, കിഴക്ക് ഭാഗത്ത് പസഫിക് സമുദ്രം, പടിഞ്ഞാറ് ഭാഗത്ത് യൂറോപ്പ്. ഏഷ്യയുടെ ഏത് ഭാഗത്താണ് കര അതിർത്തിയുള്ളത്? ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മാത്രമാണ് കര അതിർത്തി ഉള്ളത്. ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറൽ പർവ്വതനിരയാണ് യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്നത്. യൂറൽ പർവ്വതനിരയാണ്. ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് യൂറൽ പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏഷ്യയെയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നു. ഏഷ്യയിലെ ഏതാനും ഭൂപ്രകൃതി സവിശേഷതകൾ നമുക്ക് പരിചയപ്പെടാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഹിമാലയ പർവ്വതം ഏഷ്യയിലാണുള്ളത്. പർവ്വതങ്ങൾ കൂടാതെ മരുഭൂമികളുണ്ട്, സമതലങ്ങളുണ്ട്, പീഠഭൂമികളുണ്ട്. ധാരാളം നദികളും ഏഷ്യയിലൂടെ ഒഴുകുന്നു. യാൻസിയാണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഏഷ്യയിലെ നദിയാണ് യാൻസി എന്ന് പറയുന്നത്. അടുത്ത മരുഭൂമികൾ. വളരെ കുറച്ചു മാത്രം മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശങ്ങളാണ് മരുഭൂമികൾ എന്ന് പറയുന്നത്. ഇവയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്ന ഉഷ്ണ മരുഭൂമികളെന്നും അതിശൈത്യം അനുഭവപ്പെടുന്നവയെ ശീത മരുഭൂമികളെന്നും പറയുന്നു. അത്യുഷ്ണം അനുഭവപ്പെടുന്നവയെ ഉഷ്ണ മരുഭൂമികളെന്നും അതിശൈത്യം അനുഭവപ്പെടുന്നവയെ എന്തെന്നറിയപ്പെടുന്നു? ശീത മരുഭൂമികൾ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഏഷ്യയുടെ സവിശേഷതകൾ എന്താണ്? മരുഭൂമികൾ, സമതലങ്ങൾ, പീഠഭൂമികൾ, പിന്നെ എന്തൊക്കെയുണ്ട്?
നദികൾ എന്നിവയെല്ലാം ഉണ്ട്. അടുത്ത മരുഭൂമികൾ എന്താണ്? വളരെ കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശങ്ങളാണ് മരുഭൂമികൾ എന്ന് പറയുന്നത്. ഇവയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നവ ഉഷ്ണ മരുഭൂമികളെന്നും അതിശൈത്യമായി അനുഭവപ്പെടുന്നവയെ ശീത മരുഭൂമി എന്നും അറിയപ്പെടുന്നു. ശീത മരുഭൂമി, ഉഷ്ണ മരുഭൂമി. സമതലങ്ങൾ ഏറെക്കുറെ നിരപ്പായ വിശാല ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ എന്ന് പറയുന്നത്. നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്നവയാണ് എക്കൽ സമതലങ്ങൾ. ഇവ പൊതുവെ ഫലഭൂയിഷ്ഠമായിട്ടുള്ളവയാണ്. അടുത്ത പീഠഭൂമികൾ. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നതും താരതമ്യേന നിരപ്പായ ഉപരിതലത്തോടു കൂടിയതുമായ വിസ്തൃത ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. പീഠഭൂമികൾ എന്താണ്? ചുറ്റുമുള്ള പ്രദേശത്ത് നിന്ന് ഉയർന്നതായിരിക്കും. ഉയർന്നതും താരതമ്യേന നിരപ്പായ ഉപരിതലത്തോടു കൂടിയതുമായ വിസ്തൃതമായ ഭൂപ്രദേശമാണ് പീഠഭൂമി എന്ന് പറയുന്നത്. അടുത്ത കാലാവസ്ഥ. ഈ കൊടുത്തേക്കുന്ന പിക്ചർ നോക്കൂ. ഈ ഹിമാലയം എന്ന് പറയുന്നത് എന്താണ്? പർവ്വതത്തിൽപ്പെടുന്ന ഹിമാലയം. മഞ്ചൂരിയൻ എന്ന് പറയുന്നത് മഞ്ചൂരിയൻ സമതലമാണ് മഞ്ചൂരിയൻ. അടുത്ത ഥാർ എന്ന് വെച്ചാൽ മരുഭൂമിയാണ്. ഥാറും ഉഷ്ണ മരുഭൂമിയാണ്. ലഡാക്ക് ശീത മരുഭൂമിയാണ്. ഈ യാങ്സി എന്ന് പറയുന്ന താഴ്വരയാണ്. ഡക്കാൻ പീഠഭൂമിയാണ്. ഹിമാലയം പർവ്വതമാണ്. ഈ കാലാവസ്ഥ നോക്ക്. ഭൂപ്രകൃതി പോലെ തന്നെ വൈവിധ്യമാർന്നതാണ് ഏഷ്യയിലെ കാലാവസ്ഥയും. വൈവിധ്യപൂർണ്ണമായിട്ടുള്ളതാണ്. ഏഷ്യയുടെ വടക്ക് ഭാഗം ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ അവിടെ തണുപ്പ് കൂടുതലായിരിക്കും. ഏഷ്യയുടെ വടക്ക് ഭാഗം ധ്രുവപ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് അവിടെ തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നു. സമുദ്ര സാമീപ്യമുള്ളതിനാൽ കിഴക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണുള്ളത്. ഭൂമധ്യരേഖാ പ്രദേശമായതിനാൽ തെക്കു ഭാഗത്ത് ചൂടും ഈർപ്പവും കനത്ത മഴയുമുള്ള കാലാവസ്ഥയാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ആയതിനാൽ തെക്കു ഭാഗത്ത് ചൂടുണ്ട്, ഈർപ്പവും കനത്ത മഴകളുമുള്ള കാലാവസ്ഥയാണ്. മരുപ്രദേശമായ പടിഞ്ഞാറ് ഭാഗത്ത് പൊതുവെ ചൂട് കൂടുതലാണ്. അപ്പോൾ വടക്ക് ഭാഗത്ത് ധ്രുവപ്രദേശത്തോട് അടുത്തായതുകൊണ്ട് അവിടെ തണുപ്പ് കൂടുതലായിരിക്കും. സമുദ്ര സാമീപ്യമുള്ളതിനാൽ കിഴക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമുണ്ട്. ഭൂമധ്യരേഖാ പ്രദേശമായതിനാൽ തെക്കു ഭാഗത്ത് ചൂടും ഈർപ്പവും കനത്ത മഴയുമായുള്ള കാലാവസ്ഥയാണ്. അടുത്ത മരുപ്രദേശമായതിനാൽ പടിഞ്ഞാറ് ഭാഗത്ത് പൊതുവെ ചൂട് കൂടുതലായിരിക്കും. നോക്കൂ, ഏഷ്യ. സൈബീരിയ എന്ന് പറഞ്ഞാൽ അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശം വടക്ക്. അടുത്തത് മൗസ് സിൻഡ്രോം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസ് സിൻഡ്രോം എന്ന് പറയുന്നത്. അടുത്ത അറേബ്യൻ മരുഭൂമി എന്ന് പറയുന്നത് അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശമാണ്. ഇനി സസ്യജാലങ്ങൾ എന്തൊക്കെയാണ്? കാലാവസ്ഥയിലെ വ്യതിയാനം അനുസരിച്ച് വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഏഷ്യയിൽ കാണപ്പെടുന്നു. എന്തൊക്കെ? റഫ്ലേഷ്യ, നീലക്കുറിഞ്ഞി, ഹിമപ്പുലി, ചുവന്ന പാണ്ട ഇവയെല്ലാം ഏഷ്യയിലെ ചില സസ്യജാലങ്ങളാണ്. ജനജീവിതം. ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏഷ്യയാണ്. ലോക ജനസംഖ്യയുടെ 60% ഏഷ്യയിലാണുള്ളത്. ഏഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങളും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ലോകത്ത് ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? ഏഷ്യയിലാണ്. വിവിധ സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും സംഗമ ഭൂമി കൂടിയാണ് ഇവിടം. ടോക്കിയോ, മുംബൈ തുടങ്ങിയ തിരക്കേറിയ നഗരങ്ങൾ മുതൽ ജനവാസം തീരെ കുറഞ്ഞ ഗ്രാമങ്ങൾ വരെ ഏഷ്യയിലുണ്ട്. ടോക്കിയോ, മുംബൈ ഒക്കെ ഏഷ്യയിലാണുള്ളത്. തിരക്കേറിയ നഗരങ്ങളാണ്. സാവന്നയും സഹാറയും കോങ്കോ തടവും കടന്നു. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവ മൂന്നും കടന്നു പോകുന്ന ഭൂഖണ്ഡം ഏതെന്ന് ഗ്ലോബിൻ്റെ സഹായത്തോടെ കണ്ടെത്തൂ. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ ഇവ മൂന്നും കടന്നു പോകുന്ന ഭൂഖണ്ഡം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആഫ്രിക്കയാണ്. വിശാലമായ സാവന്ന പുൽമേടുകൾ മുതൽ ഇടതൂർന്ന മഴക്കാടുകൾ വരെ ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഈ ഭൂഖണ്ഡത്തിനുള്ളത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പ്രത്യേകത എന്താണ്? വിശാലമായ സാവന്ന പുൽമേടുകൾ മുതൽ ഇടതൂർന്ന മഴക്കാടുകൾ വരെ. അവിടെയുള്ള പുൽമേടാണ് സാവന്ന പുൽമേട്. ഇടതൂർന്ന മഴക്കാടുകൾ വരെ ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഈ ഭൂഖണ്ഡത്തിനുള്ളത്. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഏറെക്കുറെ തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡമാണിത്. ഏറ്റവും വലിയ ഉഷ്ണഭൂമിയായ സഹാറയും ഉഷ്ണമേഖലാ മഴക്കാടുകൾ നിറഞ്ഞ കോങ്കോ നദീതടവും ഈ ഭൂഖണ്ഡത്തിൻ്റെ സവിശേഷതയാണ്. സഹാറയും കോങ്കോ തടവും അറ്റ്ലസിൻ്റെ സഹായത്തോടെ തിരിച്ചറിയാമെന്നാണ് പറയുന്നത്. അപ്പോൾ ആഫ്രിക്കയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ ഇവ മൂന്നും കടന്നു പോകുന്ന ഭൂഖണ്ഡം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആഫ്രിക്കയാണ്. വലിപ്പത്തിൽ 2ാം സ്ഥാനമാണുള്ളത് ആഫ്രിക്കയ്ക്ക്. പിന്നെ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഏറെക്കുറെ തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡമാണ് ഇവ ആഫ്രിക്ക എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയായ സഹാറയും ഉഷ്ണമേഖലാ മഴക്കാടുകൾ നിറഞ്ഞ കോങ്കോ നദീതടവും ഈ ഭൂഖണ്ഡത്തിൻ്റെ സവിശേഷതയാണ്. സഹാറയും കോങ്കോ തടവുമാണ് ഇതിൻ്റെ
സവിശേഷത എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ ഭൂഖണ്ഡത്തിലൂടെയാണ് ഒഴുകുന്നത്. ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള പർവ്വതനിരയാണ് കിളിമഞ്ചാരോ എന്ന് പറയുന്നത്. അത് ആഫ്രിക്കയിലെ ഭൂപ്രകൃതി സവിശേഷതകളാണ്. ആദ്യത്തെ സഹാറ മരുഭൂമി. ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ് സഹാറ എന്ന് പറയുന്നത്. വിശാലമായ മണൽമേടുകൾ, പാറകൾ നിറഞ്ഞ പീഠഭൂമികളും ഉൾക്കൊള്ളുന്ന സഹാറ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഗോത്ര വിഭാഗക്കാരും സഹാറയുടെ സവിശേഷതകളാണ്. എന്തെല്ലാമാണ് സവിശേഷത? ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ്. വിശാലമായ മണൽമേടുകളും പാറകളും നിറഞ്ഞ പീഠഭൂമികളും ഉൾക്കൊള്ളുന്നതാണ് ഈ സഹാറ. പിന്നെ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഗോത്ര വിഭാഗക്കാരും സഹാറയുടെ സവിശേഷതയാണ്. അടുത്ത ഉഷ്ണമേഖലാ മഴക്കാടുകൾ. ഭൂമധ്യരേഖാ പ്രദേശത്ത് കാണപ്പെടുന്ന സമൃദ്ധവും ഇടതൂർന്നതുമായ വനങ്ങളാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്ന് പറയുന്നത്. ഇവിടെ വർഷം മുഴുവൻ ഉയർന്ന ചൂടും കനത്ത മഴയും ലഭിക്കുന്നു. സമൃദ്ധമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന കാടുകളായതിനാൽ ഇവയ്ക്ക് മഴക്കാടുകൾ എന്ന പേര് ലഭിച്ചത്. എന്താണ്? സമൃദ്ധമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന കാടുകളായതിനാലാണ് ഇവയ്ക്ക് മഴക്കാടുകൾ എന്ന പേര് ലഭിച്ചത്. ഭൂമിയിലെ മറ്റേതൊരു ആവാസ വ്യവസ്ഥയെക്കാളും കൂടുതൽ സസ്യജന്തുജാലങ്ങൾ ഈ മഴക്കാടുകളിൽ കാണപ്പെടുന്നു. തെക്കേ അമേരിക്കയിലെ ആമസോൺ, ആഫ്രിക്കയിലെ കോങ്കോ, തെക്കുകിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നു. ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്ന ഇവിടൊക്കെയാണ് തെക്കേ അമേരിക്കയിലെ ആമസോൺ, ആഫ്രിക്കയിലെ കോങ്കോ, തെക്കുകിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നു. ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ് സഹാറ മരുഭൂമി. ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ. ഉഷ്ണ മഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന നദീതടമാണ് കോങ്കോ നദീതടം. വിശാലമായ പുൽമേടുകളാണ് സാവന്ന പുൽമേടുകൾ. അടുത്തതാണ് കാലാവസ്ഥ. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലേക്കും ഏകദേശം തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്കയിലെ പൊതുവെ ചൂട് കൂടിയ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. എങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങളും പ്രകടമാണ്. തീരപ്രദേശങ്ങളിലും ഉപരോഷ്ണ മേഖലകളിലും ഉൾപ്പെടുന്ന ഭാഗങ്ങളിലും മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. അടുത്ത സസ്യജന്തുജാലങ്ങൾ. ജൈവ വൈവിധ്യത്താൽ സമൃദ്ധമാണ് ആഫ്രിക്കയിലെ സാവന്ന പുൽമേടുകളും ഉഷ്ണമേഖലാ മഴക്കാടുകളും. സെറൻഗെറ്റിയിലെ ജന്തുജാലങ്ങളുടെ കാലിക കുടിയേറ്റം ആഫ്രിക്കയിലെ ഒരു പ്രധാന സവിശേഷതയാണ്. സെറൻഗെറ്റി. ആഫ്രിക്കയിലെ ചില സസ്യജന്തുജാലങ്ങൾ നോക്കൂ. ബയോബാബ് വൃക്ഷം, കറുത്ത കാണ്ടാമൃഗം, ആഫ്രിക്കൻ കാട്ടുനായ. ഇനി സെറൻഗെറ്റിയിലെ കാലിക കുടിയേറ്റം. സീസണൽ മൈഗ്രേഷൻ ഓഫ് സെറൻഗെറ്റി. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ഭക്ഷണ ലഭ്യതയ്ക്കും അനുസൃതമായി മൃഗങ്ങളും പക്ഷികളും ദീർഘദൂരം സഞ്ചരിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റം. സെറൻഗെറ്റിയിൽ ദശലക്ഷക്കണക്കിന് സീബ്രകളും ഗസല്ലുകളും പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടി ഗൻസാനിയയ്ക്കും കെനിയയ്ക്കും ഇടയിൽ നീങ്ങുന്നത് ഒരു സവിശേഷ പ്രതിഭാസമാണ്. ആഫ്രിക്കയിലുടനീളമുള്ള ആവാസ വ്യവസ്ഥകളുടെ സന്തുലിതാവസ്ഥ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നിർണായകമാണെന്ന് ഈ കുടിയേറ്റങ്ങൾ തെളിയിക്കുന്നു. ജനജീവിതം. ആഫ്രിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിൽ വസിക്കുന്നവരും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരുമാണ്. സംസ്കാരങ്ങൾ, ഭാഷകൾ, ചരിത്രം എന്നിവയാൽ സമ്പന്നമായ ഒരു നാടാണ് ആഫ്രിക്ക. പുരാതന നാഗരികതകളിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ആഫ്രിക്കയിലാണ്. അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്ത് എവിടെയാണ്? ആഫ്രിക്കയിലാണ്. ഈജിപ്തിലെ പിരമിഡുകൾ പ്രാചീന നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ തെളിവുകളായി നിലകൊള്ളുന്നു. അടുത്ത റോക്കി മുതൽ അപ്പലേച്ചിയൻ വരെ. ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളും വലിയ നഗരങ്ങളും ഉൾപ്പെടുന്ന ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക എന്ന് പറയുന്നത്. ലോകത്തിലെ ചില വികസിത രാജ്യങ്ങളും വലിയ നഗരങ്ങളും ഉൾപ്പെടുന്ന ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ വികസന മുന്നേറ്റത്തിന് പിന്നിൽ അവിടുത്തെ ഭൂമിശാസ്ത്രമായ സവിശേഷതകൾക്ക് വലിയ പങ്കാണുള്ളത്. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന പർവ്വതനിരകളാണ് റോക്കിയും അപ്പലേച്ചിയൻ എന്നിവ. ഇവിടുത്തെയാണ് വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പർവ്വതനിരകളാണ്. ഈ ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠമായ സമതലങ്ങളാണ് മഹാസമതലങ്ങൾ. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളാണ് പ്രയറികൾ. ഇവിടുത്തെ പുൽമേടുകളാണ് വടക്കേ അമേരിക്കയിലെ. മിസോറിയും മിസിസിപ്പിയും ഉൾപ്പെടെ ധാരാളം നദികൾ വടക്കേ അമേരിക്കയിലുണ്ട്. മിസോറി, മിസിസിപ്പി എന്നിവയൊക്കെ വടക്കേ അമേരിക്കയിലെ നദികളാണ്. അത് പുൽമേടിന് പറയുന്ന പേരാണ് പ്രയറികൾ എന്ന് പറയുന്നത്. അടുത്ത റോക്കി, അപ്പലേച്ചിയൻ എന്നിവരായിരുന്നു പ്രധാന പർവ്വതനിരകൾ. മിസോറി, മിസിസിപ്പി നദികൾ. പഞ്ചമഹാതടാകങ്ങൾ എന്നറിയപ്പെടുന്ന 5 വലിയ ശുദ്ധജല തടാകങ്ങളും ഇവിടെയുണ്ട്. വടക്കേ അമേരിക്കയിലെ അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹത് താഴ്വരയായ ഗ്രാൻഡ് കാന്യോൺ ഒരു പ്രകൃതിദത്ത അത്ഭുതമാണ്. എവിടെയാണ് ഗ്രാൻഡ് കാന്യോൺ സ്ഥിതി ചെയ്യുന്നത്? വടക്കേ അമേരിക്കയിലെ അരിസോണയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ
പഞ്ചമഹാ തടാകങ്ങൾ എന്നറിയപ്പെടുന്ന 5 വലിയ ശുദ്ധജല തടാകങ്ങളും വടക്കേ അമേരിക്കയുടെ പ്രത്യേകതയാണ്. എന്താണ് ഗ്രാൻഡ് കാന്യോൺ? ഏകദേശം 446 കിലോമീറ്റർ നീളവും 29 കിലോമീറ്റർ വീതിയും 1500 മീറ്ററിലധികം ആഴവുമുള്ള വലിയ താഴ്വരകളാണ് ഗ്രാൻഡ് കാന്യോൺ. ഗ്രാൻഡ് കാന്യോണിൻ്റെ നീളം എന്ന് പറയുന്നത് 446 കിലോമീറ്ററാണ്. 29 കിലോമീറ്റർ വീതിയുണ്ട്. 1500 മീറ്ററിലധികം ആഴവുമുള്ളതാണ് ഗ്രാൻഡ് കാന്യോൺ. വലിയൊരു താഴ്വരയാണിത്. കൊളറാഡോ നദിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ ബൃഹത് താഴ്വര. ഏത് നദിയുടെ പ്രവർത്തനപരമായിട്ടാണ്? കൊളറാഡോ നദിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഗ്രാൻഡ് കാന്യോൺ എന്ന് പറയുന്ന ബൃഹത് താഴ്വര രൂപപ്പെട്ടത്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു സ്ഥലമാണ്. ഈ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വടക്കേ അമേരിക്കയിലെ കാലാവസ്ഥ നോക്കാം. ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്ത് അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്. വടക്ക് നിന്നും തെക്കോട്ട് നീങ്ങും തോറും താരതമ്യേന ചൂട് വർദ്ധിക്കുന്നു. ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് വടക്കേ അമേരിക്ക. അതിൻ്റെ വടക്ക് ഭാഗത്ത് അതിശൈത്യം അനുഭവപ്പെടുന്നു. വടക്ക് നിന്ന് തെക്കോട്ട് നീങ്ങുന്തോറും താരതമ്യേന ചൂട് വർദ്ധിക്കുന്നു. അടുത്ത സസ്യജന്തുജാലങ്ങൾ എന്ന് വെച്ചാൽ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് വടക്കേ അമേരിക്ക. പടിഞ്ഞാറ് ഭാഗത്തുള്ള സെക്വയ വനങ്ങളും മഹാസമതലങ്ങളിലെ പുൽമേടുകളും ഇതിന് ഉദാഹരണമാണ്. ഏതാണ് സെക്വയ വനങ്ങൾ? പിന്നെ ധാരാളം പുൽമേടുകളൊക്കെ ഉണ്ട്. വടക്കേ അമേരിക്കയിലെ ചില സസ്യജന്തുജാലങ്ങൾ ഏതൊക്കെയാണ്? കാലിഫോർണിയ പോപ്പി. കാലിഫോർണിയ പോപ്പി എവിടുത്തെയാണ്? വടക്കേ അമേരിക്കയിലെ സസ്യജന്തുജാലങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്ത സഗ്വാരോ കള്ളിച്ചെടി. പിന്നെ മൂസ് എന്ന് പറയുന്നൊരു ജീവി. ജനജീവിതം എങ്ങനെയാണ്? അമേരിക്കൻ ഐക്യനാടുകൾ അതായത് USA, കാനഡയും ഉയർന്ന ജീവിത നിലവാരത്തിനും സാങ്കേതിക പുരോഗതിക്കും പേരുകേട്ട ഇടമാണ്. ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, മെക്സിക്കോ സിറ്റി തുടങ്ങിയ ലോകത്തിലെ വലിയ നഗരങ്ങൾ വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നു. ഏതൊക്കെയാണ്? USA, കാനഡ, പിന്നെ ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, മെക്സിക്കോ സിറ്റി തുടങ്ങിയ ലോകത്തിലെ വലിയ നദികൾ വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നു. അനുകൂല കാലാവസ്ഥയും ഫലഭൂയിഷ്ഠതയും മായ മണ്ണും ഇവിടുത്തെ കാർഷിക മേഖലയെ സമ്പൂർണ്ണമാക്കുന്നു. മഞ്ഞ് മൂടിക്കൊടുക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇന്യൂട്ടുകൾ അഥവാ എസ്കിമോകൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. എസ്കിമോകൾ എവിടെയാണ് കാണപ്പെടുന്നത്? വടക്കേ അമേരിക്കയിൽ. അപ്പോൾ ജനജീവിതം എങ്ങനെയാണ്? അതായത് അമേരിക്കൻ ഐക്യനാടുകൾ, കാനഡയിലൊക്കെ ഉയർന്ന ജീവിത നിലവാരമുള്ള പിന്നെ സാങ്കേതികമായി ഭയങ്കര പുരോഗതി നേടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇനി ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, മെക്സിക്കോ തുടങ്ങിയ ലോകത്തിലെ വലിയ നഗരങ്ങളൊക്കെ വടക്കേ അമേരിക്കയിലാണ്. അനുകൂലമായ കാലാവസ്ഥയും ഫലഭൂയിഷ്ഠമായ മണ്ണും ഇവിടുത്തെ കാർഷിക മേഖലയെ സമ്പുഷ്ടമാക്കുന്നുണ്ട്. മഞ്ഞ് മൂടപ്പെട്ട പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇന്യൂട്ടുകൾ അഥവാ എസ്കിമോകൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതകളാണ്. അടുത്ത ആമസോൺ തടത്തിൽ നിന്ന്. ആമസോൺ മഴക്കാടുകളെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടല്ലോ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മഴക്കാട് എന്നറിയപ്പെടുന്നത്. ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത അനേക സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമായിട്ടാണ് ആമസോൺ മഴക്കാടുകൾ അറിയപ്പെടുന്നത്. ഇതെവിടെയാണ് ആമസോൺ മഴക്കാടുകൾ? തെക്കേ അമേരിക്കയിൽ. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയായ ആൻഡീസും ഏറ്റവും വലിയ നദിയായ ആമസോണും ഇവിടെയാണുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ആമസോൺ നദിയാണ്. ഏറ്റവും നീളമേറിയ പർവ്വതനിര ആൻഡീസാണ്. അതിവിശാലമായ ഭൂപ്രദേശമായ ആമസോൺ നദീതടത്തിൻ്റെ ഭൂരിഭാഗവും മഴക്കാടുകളാണ്. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയായ അറ്റക്കാമ തെക്കേ അമേരിക്കയുടെ മറ്റൊരു ഭൂപ്രകൃതി സവിശേഷതയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വരണ്ട മരുഭൂമി ഏതാണ്? അറ്റക്കാമ. ഏറ്റവും നീളമേറിയ പർവ്വതനിര ഏതാണ് ലോകത്തിലെ? ആൻഡീസ്. ഏറ്റവും വലിയ നദിയാണ് ആമസോൺ. ഇതെല്ലാം തെക്കേ അമേരിക്കയുടെ പ്രത്യേകതയാണ്. ആമസോൺ മഴക്കാട് ഒരു വലിയ പ്രത്യേകതയാണ്. ഇതാണ് ആമസോൺ മഴക്കാടുകളും ആമസോൺ നദിയും. കണ്ടോ? ഇനിയാണ് കാലാവസ്ഥ. തെക്കേ അമേരിക്കയിലെ കാലാവസ്ഥ എന്താണ്? ഭൂമധ്യരേഖാ പ്രദേശമായതിനാൽ തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗങ്ങളിൽ കൂടിയ ചൂടും സമൃദ്ധമായ മഴയും ലഭിക്കുന്നു. ഭൂമധ്യരേഖാ പ്രദേശമാണ് തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗത്ത്. ചൂടാണ്, അതിശൈത്യമായ ചൂടാണ്. അതുകൊണ്ട് തന്നെ സമൃദ്ധമായ മഴയും ലഭിക്കുന്നുണ്ട്. തെക്കേ അമേരിക്കയുടെ ഏറ്റവും തെക്ക് ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. ഇനി സസ്യജന്തുജാലങ്ങൾ. ആമസോൺ മഴക്കാടുകൾ ഉൾപ്പെടുന്ന തെക്കേ അമേരിക്ക ജൈവ വൈവിധ്യ സമൃദ്ധമാണ്. ആമസോൺ വാട്ടർ ലില്ലി, അനാക്കോണ്ട മുതലായവയ്ക്ക് പ്രസിദ്ധമാണിവിടം. തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരകൾ ആൻഡിയ ലൂപ്പിൻ എന്ന പുഷ്പച്ചെടിയുടെയും ലാമ പോലുള്ള സസ്തനികളുടെ ആവാസ കേന്ദ്രങ്ങളാണ്. ലാമ എന്ന് പറയുന്ന സസ്തനി, അടുത്തത് ആൻഡീസ് ലൂപ്പിൻ എന്ന് പറയുന്ന ഒരു പുഷ്പച്ചെടി. ഇതൊക്കെ ആൻഡീസ് പർവ്വതനിരകളിൽ സമൃദ്ധമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ തണ്ണീർത്തട പ്രദേശങ്ങളിലൊന്നാണ് തെക്കേ അമേരിക്കയിലെ പാന്റനൽ. സസ്തനി വിഭാഗത്തിൽപ്പെട്ട കാപ്പിബാര ഈ മേഖലയിൽ കാണപ്പെടുന്നു.
ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖല തണ്ണീർത്തട പ്രദേശങ്ങളിൽ ഒന്നാണ് തെക്കേ അമേരിക്കയിലെ പാൻഡനൽ എന്ന് പറയുന്നത്. പാൻഡനൽ ഇതാണ് ആൻഡിയൻ ലൂപ്പിൻ എന്ന് പറയുന്നത്. ആമസോൺ വാട്ടർ ലില്ലി ലാമയാണ്. ഇതാണ് ലാമ. അത് കാപ്പിബാര, ഒരു സസ്തനി. കാപ്പിബാര എന്ന് പറയുന്ന സസ്തനിയാണിത്. സസ്തനി വിഭാഗത്തിൽപ്പെട്ട കാപ്പിബാര എവിടെയാണ് കാണപ്പെടുന്നതെന്ന് വെച്ചാൽ തെക്കേ അമേരിക്കൻ ഭാഗങ്ങളിലാണ്. ലാമ എവിടെയാണ്? അതും ലാമ, ആൻഡിയൻ ലൂപ്പിൻ, പിന്നെ വാട്ടർ ലില്ലി, ആമസോൺ വാട്ടർ ലില്ലി ഒക്കെ തെക്കേ അമേരിക്കയുടെ പ്രത്യേകതയാണ്. അടുത്ത ജനജീവിതം എങ്ങനെയാണ്? തെക്കേ അമേരിക്കയിലെ ജനങ്ങളിലധികം കൃഷി, മത്സ്യബന്ധനം, വ്യവസായം എന്നിവയിൽ ഏർപ്പെടുന്നവരാണ്. തദ്ദേശീയർ, യൂറോപ്യർ, ആഫ്രിക്കക്കാർ, ഏഷ്യക്കാർ എന്നിവരുടെ സാന്നിധ്യത്താൽ സാംസ്കാരിക വൈവിധ്യങ്ങൾക്ക് ശ്രദ്ധേയമാണ് ഈ ഭൂഖണ്ഡം എന്ന് പറയുന്നത്. അടുത്ത വെളുത്ത ഭൂഖണ്ഡം തേടി മൈത്രി ഭാരതി. വിവിധ പഠനങ്ങൾക്കായി ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള 2 ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രിയും ഭാരതിയും. ഇത് ഏത് ഭൂഖണ്ഡമാണ്? അന്റാർട്ടിക്ക ഭൂഖണ്ഡമാണ്. ഈ വൻകരയുടെ 98% അന്റാർട്ടിക് ഹിമപാളികളാണ്. ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ ഭൂരിഭാഗവും ഈ ഹിമപാളിയിലാണ് അടങ്ങിയിരിക്കുന്നത്. 98% പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയുടെ ഭൂപ്രകൃതി സവിശേഷതകൾ നോക്കാം. ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകളാണ് ഭൂഖണ്ഡത്തെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്നത്. അന്റാർട്ടിക്കയുടെ പ്രത്യേകത എന്തൊക്കെയാണ് വന്നത്? ഈ വൻകരയുടെ 98% അന്റാർട്ടിക് ഹിമപാളിയാണ്. ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നത് ഈ ഹിമപാളിയിലാണെന്നാണ് പറയുന്നത്. അത് പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്നു. ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. ട്രാൻസ് അന്റാർട്ടിക് ഇതിൻ്റെ ഭൂപ്രകൃതിപരമായ സവിശേഷതകൾ നോക്കാം. ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിര അതൊരു പ്രത്യേകതയാണ്. അതാണ് ഈ ഭൂഖണ്ഡത്തിലെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്നത്. ഏത് പർവ്വതനിരയാണ്? ട്രാൻസ് അന്റാർട്ടിക് എന്ന് പറയുന്ന പർവ്വതനിരയാണ് ഈ ഭൂഖണ്ഡത്തെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വേർതിരിക്കുന്നത്. അടുത്ത അന്റാർട്ടിക് ഉപദ്വീപുണ്ട്. തെക്കേ അമേരിക്കയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കയിലെ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് അന്റാർട്ടിക് ഉപദ്വീപ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതമാണ് വിൻസൺ മാസിഫാണ് അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം. വിൻസൺ മാസിഫാണ് അന്റാർട്ടിക്കയിലെ പർവ്വതം. അടുത്തത് ഏറ്റവും വലിയ പർവ്വതം. ഈ ഭൂഖണ്ഡത്തിൽ നിരവധി അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നു. ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരയാണ് ഈ ഭൂഖണ്ഡത്തെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്നത്. തെക്കേ അമേരിക്കയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കയിലെ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് അന്റാർട്ടിക് ഉപദ്വീപ് എന്ന് പറയുന്നത്. അടുത്ത കാലാവസ്ഥ നോക്കാം. വർഷം മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കുന്ന ശീത മരുഭൂമികളാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയുടെ സ്ഥാനം അതിൻ്റെ കാലാവസ്ഥയെ സവിശേഷമാക്കുന്നു. സസ്യജന്തുജാലങ്ങൾ. ഹിമപാളികളുടെ വിള്ളലുകളിൽ കാണപ്പെടുന്ന ചില പായൽ വർഗ്ഗ സസ്യങ്ങൾ ഒഴിച്ചാൽ അന്റാർട്ടിക്കയുടെ ഭൂരിഭാഗം പ്രദേശവും തരിശാണ്. ഈ ഭൂഖണ്ഡത്തിലെ പല പ്രദേശങ്ങളിലും പെൻഗ്വിനുകളുടെയും സീലുകളുടെയും ആവാസ കേന്ദ്രങ്ങളാണ്. പ്രധാന സസ്യജന്തുജാലങ്ങൾ പായൽ, പെൻഗ്വിൻ, സീലുകൾ. ജനജീവിതം. മനുഷ്യവാസം തീരെയില്ലാത്ത ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. പാരിസ്ഥിതിക സവിശേഷതകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരും സാഹസിക യാത്രക്കാരും മാത്രമാണ് ഇവിടെ എത്തുന്നത്. അടുത്ത പൗരാണിക സാഹസിക നാവികരുടെ നാട്ടിലേക്ക്. സാഹസികരായ നാവികരുടെ ചരിത്രപ്രസിദ്ധമായ യാത്രകളാണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചത്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്ര നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സമുദ്രമാർഗ്ഗം അദ്ദേഹം ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രകൾ ചരിത്ര പ്രാധാന്യമുള്ളവയാണ്. ഏത് ഭൂഖണ്ഡത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്? യൂറോപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. യൂറോപ്പിലെ ഭൂപ്രകൃതി സവിശേഷതകൾ നോക്കാം. ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപാത്തിയൻ മുതലായ നിരവധി പർവ്വതനിരകൾ യൂറോപ്പിലുണ്ട്. ലോകത്തിലെ നീളമേറിയ നദികളിൽ ചിലതായ ഡാന്യൂബ്, വോൾഗ, റൈൻ മുതലായവ ഒഴുകുന്നത് ഈ ഭൂഖണ്ഡത്തിലൂടെയാണ്. യൂറോപ്പിൽ ഫലഭൂയിഷ്ഠമായ സമതലങ്ങളും പുൽമേടുകളുമുണ്ട്. കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾ സ്റ്റെപ്പി എന്ന് അറിയപ്പെടുന്നു. യൂറോപ്പിൻ്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ ഫിജോർഡുകൾ അഥവാ ഫിയോർഡുകൾ എന്നറിയപ്പെടുന്ന സവിശേഷ ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ്. ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപാത്തിയൻ മുതലായ നിരവധി പർവ്വതനിരകൾ യൂറോപ്പിലുണ്ട്.
ലോകത്തിലെ നീളമേറിയ നദികളിൽ ചിലതായ ഡാന്യൂബ്, വോൾഗ, റൈൻ മുതലായവ ഒഴുകുന്ന ഈ ഭൂഖണ്ഡത്തിലൂടെയാണ്. യൂറോപ്പിൽ ഫലഭൂയിഷ്ഠമായ സമതലങ്ങളും പുൽമേടുകളുമുണ്ട്. കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾ സ്റ്റെപ്പി എന്ന് അറിയപ്പെടുന്നു. കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകളെ പറയുന്ന പേരാണ് സ്റ്റെപ്പി. യൂറോപ്പിലെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ ഫിജോർഡുകൾ അഥവാ ഫിയോർഡുകൾ എന്നറിയപ്പെടുന്ന സവിശേഷ ഭൂപ്രകൃതിയാൽ സമ്പന്നമാണെന്നാണ് പറയുന്നത്. ഇനി ഫിജോർഡുകൾ അഥവാ ഫിയോർഡുകൾ എന്താണ്? സാധാരണയായി ഹിമാനികളുടെ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്നതും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതോ കുത്തനെയുള്ള ചരിവുകൾക്കിടയിലുള്ളതോ ആയ ഇടുങ്ങിയ കടൽത്തീരങ്ങളാണ് ഫിയോർഡുകൾ. സാധാരണയായി ഹിമാനികളുടെ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്നതാണ് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതോ കുത്തനെയുള്ള ചരിവുകൾക്കിടയിലുള്ളതോ ആയ ഇടുങ്ങിയ കടൽത്തീരമാണ് ഫിയോർഡുകൾ. കാലാവസ്ഥ എന്താണ്? യൂറോപ്പിലെ കാലാവസ്ഥ നോക്കാം. യൂറോപ്പിൽ പൊതുവെ മിതമായ ചൂടും തണുപ്പുമുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഈ പ്രദേശങ്ങളുടെ വടക്ക് ഭാഗങ്ങളിൽ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച അനുഭവപ്പെടാറുണ്ട്. സസ്യജന്തുജാലങ്ങൾ. യൂറോപ്പിലെ ആൽപ്സ് പ്രദേശം പുൽമേടുകളും മെഡിറ്ററേനിയൻ മേഖല മുന്തിരിത്തോപ്പുകളാലും പ്രസിദ്ധമാണ്. ആൽപ്സ് പ്രദേശം പുൽമേടുകളാണ്. സസ്യജന്തുജാലങ്ങൾ ഏതൊക്കെയാണ്? കോർക്ക്, ഓക്ക് മരങ്ങളുണ്ട്. ആൽപൈൻ സ്റ്റെപ്പി പുൽമേട്, ലിൻക്സ്. അടുത്ത ജനജീവിതം. യൂറോപ്പിൽ പൊതുവെ ഉയർന്ന ജനനിലവാരം പുലർത്തുന്നവരാണ്. സമ്പന്നമായ കലാ സാംസ്കാരിക പൈതൃകമുള്ള ഭൂഖണ്ഡമാണ് യൂറോപ്പ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരമായ ഏഥൻസ്, റോം എന്നിവ യൂറോപ്പിലാണ്. പാരീസ്, ലണ്ടൻ, ബെർലിൻ തുടങ്ങിയ നഗരങ്ങൾ കല, ഫാഷൻ, സാങ്കേതികവിദ്യ എന്നിവയുടെ കേന്ദ്രമാണ്. ഏഥൻസ്, റോം, പാരീസ്, ലണ്ടൻ, ബെർലിൻ തുടങ്ങിയ നഗരങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സഞ്ചി മൃഗങ്ങളുടെ നാട്ടിലേക്ക്. ഓസ്ട്രേലിയയെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. സവിശേഷതകൾ ധാരാളമുള്ള മൃഗമാണല്ലോ കങ്കാരു. ഇവ കാണപ്പെടുന്ന ഭൂഖണ്ഡം ഓസ്ട്രേലിയയാണ്. പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയ ഭൂഖണ്ഡമാണ്. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിലാണ് ഓസ്ട്രേലിയ സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഓസ്ട്രേലിയ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ്. ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിരയാണ് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് എന്ന് പറയുന്നതാണ് പ്രധാന പർവ്വതനിര. ഗ്രേറ്റ് വിക്ടോറിയ ഇവിടുത്തെ പ്രധാന മരുഭൂമികളിൽ ഒന്നാണ്. ഗ്രേറ്റ് ഡിവൈഡിംഗ് എന്ന് പറയുന്ന പർവ്വതനിരയാണ് ഓസ്ട്രേലിയ പ്രധാനപ്പെട്ട ഒരു പർവ്വതനിരയാണ്. ഗ്രേറ്റ് വിക്ടോറിയ ഇവിടുത്തെ പ്രധാന മരുഭൂമികളിൽ ഒന്നാണ്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ബാരിയർ റീഫ് പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ്. മുറേ ഡാർലിംഗ് നദീതടം ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠമായ കാർഷിക മേഖലയാണ്. മുറേ ഡാർലിംഗ് നദീതടം. കാലാവസ്ഥ നോക്കാം. ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗം പ്രദേശത്തും വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഭൂഖണ്ഡത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും വരൾച്ചയുടെ തീവ്രത വർദ്ധിച്ചു വരുന്നു. സസ്യജന്തുജാലങ്ങൾ. ഓസ്ട്രേലിയയുടെ ഒറ്റപ്പെട്ട സ്ഥാനം സസ്യജന്തുജാലങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പരിണമിക്കുന്നതിന് കാരണമായി. മർസുപ്പിയലുകളും മുട്ടയിടുന്ന സസ്തനികളും ഇതിനുദാഹരണമാണ്. മർസുപ്പിയൽ. ഓസ്ട്രേലിയയിലെ ചില സസ്യജന്തുജാലങ്ങൾ എന്ന പ്ലാറ്റിപ്പസ്, എക്കിഡ്ന, കോആല, യൂക്കാലിപ്സ്, അക്കേഷ്യ. നോക്ക്. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തുവിഭാഗമാണ് മർസുപ്പിയലുകൾ. ഉദരസഞ്ചികളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്ന കങ്കാരു, കോആല എന്നിവ മർസുപ്പിയലുകൾക്ക് ഉദാഹരണമാണ്. മർസുപ്പിയലുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? കങ്കാരു, കോആല. ഇവ കൂടാതെ മുട്ടയിടുന്ന സസ്തനികളായ പ്ലാറ്റിപ്പസും എക്കിഡ്നയും ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്നു എന്ന മറ്റു ജീവികളാണ്. ഇവിടുത്തെ സസ്യജാലങ്ങളിൽ യൂക്കാലിപ്സ് മരങ്ങളും വാറ്റിൽ എന്നറിയപ്പെടുന്ന അക്കേഷ്യയും ഉൾപ്പെടുന്നു. വാറ്റിൽ എന്നാണ് അക്കേഷ്യയ്ക്ക് പറയുന്നത്. ജനജീവിതം. ആധുനിക നഗരങ്ങളുടെയും പുരാതന നഗരങ്ങളുടെയും നാടാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ആധുനിക നഗരങ്ങളുടെയും പുരാതന സംസ്കാരങ്ങളുടെയും നാടാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഇവിടുത്തെ തദ്ദേശീയരായ ഗോത്ര വിഭാഗങ്ങൾ വളരെ പഴക്കമുള്ള സംസ്കാരത്തിന് ഉടമയാണ്. അടുത്ത് സിഡ്നി, മെൽബൺ, ബ്രിസ്ബേൻ തുടങ്ങിയ നഗരങ്ങൾ ഉയർന്ന ജീവിത നിലവാരം സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പ്രസിദ്ധമാണ്. സിഡ്നി എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. അതുകൊണ്ട് തന്നെ മെൽബൺ, ബ്രിസ്ബേൻ എന്നിവയും ഓസ്ട്രേലിയയിലാണ്. ഓരോ ഭൂഖണ്ഡവും തനത് ഭൂമിശാസ്ത്ര സവിശേഷതകൾ ഉണ്ട്. ഏതെങ്കിലും ഒരു ഭൂഖണ്ഡം സന്ദർശിക്കാൻ അവസരം ലഭിച്ചാൽ ഏത് ഭൂഖണ്ഡത്തിലായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക? തെക്കേ അമേരിക്കയിലെ മഴക്കാടുകൾ സന്ദർശിക്കുമോ? ഏഷ്യയിലെ പർവ്വതങ്ങൾ കീഴടക്കുമോ? അല്ലെങ്കിൽ അന്റാർട്ടിക്കയിലെ അതിശൈത്യത്തെ സധൈര്യം നേരിടുമോ? തെക്കേ അമേരിക്കയിലെ പ്രത്യേകത ഏതാണ്? മഴക്കാടാണ്. ഏഷ്യയിലെ പർവ്വതങ്ങളാണ്. അന്റാർട്ടിക്കയിലെ അതിശൈത്യമാണ്. ഇതിലും ഏറെ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ലോകം.
ഇത്രയായിരുന്നു ചാപ്റ്റർ. താങ്ക് യു.